ശൈത്യകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ SIR വിഷയത്തിൽ പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പാർലമെന്റ് നാടകവേദിയാക്കരുതെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യസഭയിൽ മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖഡിന്റെ രാജിയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏറ്റുമുട്ടി. SIR ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയതോടെയാണ് ഇരുസഭകളിലും പ്രതിഷേധം ശക്തമായത്. नारेबाजी तख्तियों के लिए नहीं है. ലോക്സഭയിൽ 2 തവണ സഭാ നടപടികൾ നിർത്തിവെച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് നിരാശയിൽ നിന്ന് പ്രതിപക്ഷം പുറത്തു വരണമെന്നും പാർലമെന്റിൽ നാടകമല്ല കളിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി. पराजय के निराशा में से बाहर निकल करके आए. बिहार के नतीजे इतना समय हो गया है तो अब थोड़ा संभल गए होंगे, लेकिन कल जो मैं बयानबाजी सुन रहा हूं उनकी, तो उसे लगता है कि पराजय ने उनको परेशान करके रखा है. രാജ്യസഭയിലും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖഡിന് യാത്രയെ പോലും നൽകാൻ സാധിച്ചില്ലെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ പ്രസ്താവനയിലും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. I was disheartened that the House to bid him a farewell. Regardless, I wish him on behalf of the entire opposition a very healthy life. കോൺഗ്രസും പ്രതിപക്ഷവും മുൻ ഉപരാഷ്ട്രപതിയെ അപമാനിച്ചിട്ടുണ്ടെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. ബീഹാറിലെ പരാജയത്തിൽ പ്രതിപക്ഷം അവശതയിലാണെന്നാണ് BJPയുടെ പരിഹാസം. അതേസമയം BLOമാരുടെ ആത്മഹത്യയിൽ SIRൽ ചർച്ച വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചായിരിക്കും പ്രതിപക്ഷം നീങ്ങുക. മീഡിയ 1 ഡൽഹി.